ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി പവർ സെറ്റ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന 2 സെറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ പവർ സെറ്റ്സാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പവർ സെറ്റൊക്കെ നേരത്തെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് 0, 1, 2. അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാകുന്ന ആദ്യം കണ്ടുപിടിക്കാം. 3 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ 3 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് 2⁻3 അങ്ങനെ 8 സബ്സെറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് പവർ സെറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു സെറ്റാക്കി എഴുതണം. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പി ഓഫ് എ, അതിൽ സെറ്റാക്കി എഴുതണേ. ഓക്കെ, ഇപ്പോൾ സബ്സെറ്റ്സ് എഴുതാനാണ് നേരിട്ട് പറഞ്ഞതെങ്കിൽ ഈ സെറ്റ് എഴുതണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് കോമട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇത് സെറ്റാക്കി എഴുതണം. സെറ്റ് ആദ്യം നൾ സെറ്റ് 5, പിന്നെ ഒരു എലമെൻറ്റ് വരുന്ന സബ്സെറ്റ്സ് അങ്ങനെ സെറ്റ് 0, സെറ്റ് 1, സെറ്റ് 2. ഇനി 2 എലമെൻറ്റ്സ് വരുന്നത് സെറ്റ് 0, 1, പിന്നെ സെറ്റ് 0, 2, സെറ്റ് 1, 2, പിന്നെ 3 എലമെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ അതേ സെറ്റ് 0, 1, 2 അങ്ങനെ ആകെ 8 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ബി ഈക്വൽ ടു സെറ്റ് 1, സെറ്റ് 2. ഇപ്പോൾ ശ്രദ്ധിക്കണേ, ഇപ്പോൾ ബി എന്നുള്ള സെറ്റിലുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2. അത് ഏതൊക്കെ എലമെൻറ്റ്സ്? ഒന്ന് 1ഉം ഒന്ന് സെറ്റ് 2ഉം. അങ്ങനെയാണ്, 1ഉം സെറ്റ് 2 മെമ്പേഴ്സ് ആയിട്ടുള്ള സെറ്റാണ് ബി. അതിൻ്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് പി ഓഫ് ബി എന്ന് പറയുന്നത്. എന്തായാലും നമുക്കറിയാം 2 എലമെൻറ്റ്സ് ആണ് ബിയിലുള്ളത്. അപ്പം ബിയുടെ സബ്സെറ്റ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ ബിയുടെ പവർ സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2⁻2 അങ്ങനെ 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരിക. അപ്പോൾ സെറ്റ് പവർ സെറ്റ് ആയതുകൊണ്ട് സെറ്റ് ആദ്യം നൾ സെറ്റ് 5, പിന്നെ ഒരു എലമെൻറ്റ് വരുന്നത്. അപ്പോൾ 1 എലമെൻ്റ് ആയിട്ടുള്ള സെറ്റ് എന്നാൽ സെറ്റ് 1 ആണ്. ഇനി സെറ്റ് 2 എലമെൻ്റ് ആയിട്ടുള്ള സെറ്റ് എന്നാൽ സെറ്റ് 2 ആണ്. പിന്നെ 2 എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ 1ഉം സെറ്റ് 2 മെമ്പേഴ്സ് ആയിട്ട് വരുന്ന സെറ്റ് എന്നാൽ സെറ്റ് 1, സെറ്റ് 2. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആവണ്ട അല്ലേ? ഈ ബ്രാക്കറ്റ് 2 എന്നുള്ള സെറ്റിൻ്റെ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് ആ സബ്സെറ്റിൻ്റെ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് പവർ സെറ്റിൻ്റെ ബ്രാക്കറ്റ്. ഓക്കെ, 3 കണ്ടിട്ട് നിങ്ങൾ തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ എ ഈക്വൽ ടു സെറ്റ് 1, 3, 5, ബി ഈക്വൽ ടു സെറ്റ് 2, 4, 6, സി ഈക്വൽ ടു സെറ്റ് 0, 2, 4, 6, 8. അപ്പോൾ എ എന്ന് പറയുന്നത് 7 കുറവായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ്. ബി എന്ന് പറയുന്നത് 7 കുറവായിട്ടുള്ള ഇരട്ട സംഖ്യകളാണ്. നിങ്ങൾ 7 ഇരട്ട സംഖ്യയിലാണ്, അത് വേണമെന്നില്ല, 7 കുറവായിട്ടുള്ള ഇരട്ട സംഖ്യകളാണല്ലോ ഇത്. സി എന്ന് പറയുന്നത് 9 കുറവായിട്ടുള്ള ഈവൺ ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, റൈറ്റ് എ യൂണിവേഴ്സൽ സെറ്റ് ഫോർ ദ 3 സെറ്റ്സ് എ, ബി ആൻഡ് സി. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും യൂണിവേഴ്സൽ സെറ്റായി വരുന്നൊരു സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ, എയിലെയും ബിയിലെയും സിയിലെയും മെമ്പേഴ്സൊക്കെ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ 0 വേണം, 1 വേണം, 2 വേണം, 3, 4, 5, 6, 8 വേണം. അത് മാത്രമാക്കി എഴുതാം. സെറ്റ് 0, 1, 2, 3, 4, 5, 6, 8 എഴുതിയാൽ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് എന്താണ്? യു ഈക്വൽ ടു സെറ്റ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ശരിയല്ലേ? നോക്കൂ, ഇതാ ഈ സെറ്റ് ഇതിൻ്റെ എല്ലാം സൂപ്പർ സെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ തന്ന സെറ്റ്സ് ഒക്കെ ഇതിൻ്റെ സബ്സെറ്റ് അല്ലേ? അപ്പോൾ ഇത് ശരിയാണ്. ഇനി യു ഈക്വൽ ടു ഒരു കുട്ടി 0 മുതൽ 10 വരെ എഴുതി, അത് ശരിയാണ്. ഇനി വേറെ കുട്ടി യു മറ്റേ 1 മുതൽ 9 വരെ എഴുതി, അത് തെറ്റാണ്. കാരണം ഇതാ 0 ഇവിടെ വരുന്നില്ല, യുവിൽ വന്നില്ല, അങ്ങനെ എഴുതുകയാണെങ്കിൽ അപ്പോൾ അത് ആ കേസിൽ യു എന്ന് പറയുന്നത് ഇതിൻ്റെ സൂപ്പർ സെറ്റായിട്ട് വരുന്നില്ല, അപ്പോൾ അത് തെറ്റാണ്. മറിച്ച് നമുക്ക് ഒന്നിലധികം യൂണിവേഴ്സൽ സെറ്റ്സ് എഴുതാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1, 3, 5 ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഓഫ് എ. എന്താ പി ഓഫ് എന്ന് ഉദ്ദേശിച്ചത്? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ പവർ സെറ്റാണ്. പി ഓഫ് എന്ന് പറഞ്ഞാൽ ആ പവർ സെറ്റിൻ്റെ പവർ സെറ്റ്. നോക്കാം. എന്തായാലും എ എന്നുള്ള സെറ്റിൽ 3 എലമെൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് എയിൽ നമുക്കറിയാം 2⁻3 8 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അതാണ് ഇവിടെ എഴുതിയത്. സിൻസ് എ ഹാസ് 3 എലമെൻറ്റ്സ്, പി ഓഫ് എ ഹാസ് 2⁻3 8 എലമെൻറ്റ്സ്. ഓക്കെ, ഇനി അപ്പം പി ഓഫ് എ എന്ന് പറയുന്നൊരു സെറ്റാണ്, എയുടെ സബ്സെറ്റ്സിൻ്റെ സെറ്റാണ്, അതൊരു സെറ്റാണ്. അപ്പോൾ അതിനും സബ്സെറ്റ്സ് കണ്ടുപിടിക്കാമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പി ഓഫ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇതാ പി ഓഫ് എയുടെ പവർ സെറ്റ് അല്ലേ പി ഓഫ് എ. അപ്പോൾ ആദ്യം പി ഓഫ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇതാ പി ഓഫ് എയിൽ 8 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ പി ഓഫ് എയിൽ 8 എലമെൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് എയിൽ നമ്മുടെ നേരത്തെ റിസൾട്ട് പ്രകാരം 2⁻8 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. 2⁻8 വന്നാൽ മനസ്സിലായോ? സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് ചോദിക്കാം. 2⁻8 എന്ന് പറയുന്നത് 256 ആണ്. ഓക്കെ,
നിങ്ങൾ 2ൻ്റെ ഒരു 10 വരെയുള്ള പവേഴ്സ് ഓർമ്മിച്ച് വെക്കണം. പ്രത്യേകിച്ച് 2⁻10 ഓർമ്മിക്കണം. നമുക്ക് പല പ്രോബ്ലത്തിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ വരും. അന്നേരം പോയി ഒരു പ്രാവശ്യം ഗുണിച്ച് നോക്കണ്ട. 2⁻10 എന്ന് പറയുന്നത് 1024 ആണ്. ഓക്കെ, 2�9 എന്ന് പറയുന്നത് 512 ആണ്. അങ്ങനെ 2ൻ്റെ എല്ലാ പവേഴ്സും ഓർമ്മിക്കുന്നത് നമുക്ക് പല സ്ഥലത്തും ഉപകാരപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തത്. റൈറ്റ് ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദ ഫോളോയിങ് സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമുക്കറിയാം റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആണ് ഇൻ്റർവെൽസ്. അപ്പം ഇവിടെ കുറേ ഇൻ്റർവെൽസ് വന്നിട്ടുണ്ട്. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ് എഴുതേണ്ടത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഓപ്പൺ ഇൻ്റർവെൽ 2 5. നമുക്കറിയാം 2 തരം ഇൻ്റർവെൽസ് ആണുള്ളത്. 2 കൂടുതലുണ്ട്. ലെഫ്റ്റ് ഓപ്പണും റൈറ്റ് ക്ലോസ്ഡും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഓപ്പണും ക്ലോസ്ഡും അതാണ് നിങ്ങളതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ഓപ്പൺ ഇൻ്റർവെൽ 2 5 എന്നാൽ 2ൻ്റെ 5ൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2 <x <5 എന്നാൽ എക്സ് 2ലും കൂടുതലും 5ൽ കുറവും. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. ഓക്കെ, ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇപ്പോൾ എന്താ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്നാണ് അർത്ഥം. -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പം -1 < x < 1. തേർഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3 ഓപ്പൺ ഇൻ്റർവെൽ 7 എന്നാൽ 3 ഇൻക്ലൂഡഡ് ആണ്, 7 ഇൻക്ലൂഡഡ് അല്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഇൻ്റർവെൽ എഴുതിയാലും ലെഫ്റ്റ് സൈഡിൽ ചെറിയ സംഖ്യയും റൈറ്റ് സൈഡിൽ വലുതുമായിരിക്കുമേ, ഒരിക്കലും തിരിച്ച് വരില്ല. ഓക്കെ, എന്തായാലും ഈ സെറ്റ് വരിക സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 3 < x < 7. ഇതൊരു യാന്ത്രികമായിട്ട് ഇങ്ങനെ എഴുതിയാൽ പോരെ, അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. എന്താ ഇത് ഉദ്ദേശിച്ചത്? 3 മുതൽ 7 വരെ, 7 ഇല്ല, 7ൽ കുറവായിട്ടുള്ള റിയൽ നമ്പേഴ്സ് അതിനെ നമുക്കൊരിക്കലും നമ്മൾ പഠിച്ചു റോസ്റ്റർ ഫോമിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഇതിനെ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ലാസ്റ്റ് വൺ, ഫോർത്ത് ഓപ്പൺ ഇൻ്റർവെൽ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ ബി എന്നാണ്. എ ഇല്ല, ബി ഉണ്ട്. എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സും. അപ്പോൾ എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ <x < b. അപ്പോൾ ഇത്രയുമാണ് 4ാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റ്സ്. നമുക്കിനി അടുത്ത ക്ലാസ്സിലെ നോട്ട്സ് നോക്കാം.